രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും നേരിട്ടപ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ പാവപ്പെട്ടവർക്കുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും പെൻഷൻ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ 45,000-ത്തോളം ആളുകൾ വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. അവർക്കെല്ലാം 2 ഗഡു നേരത്തെ കൊടുത്തു, ഇപ്പോൾ 1 ഗഡു കൂടി കൊടുത്തു. ഇനി ഏതാനും ഗഡുക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സാമ്പത്തികമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഞെരുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പെടണമെന്നും അങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കാതിരിക്കണമെന്നും അങ്ങനെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് തിരിയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കടമെടുത്തിട്ടാണെങ്കിൽ പോലും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അസംതൃപ്തരാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതോടുകൂടി അസ്തമിച്ചു. ഇവിടെ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഒരുമിച്ച് നിർത്താനും ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുമുള്ള ക്യാമ്പയിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തത്. 177 ബൂത്തുകളിലും അതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓരോ പരിപാടിയും സംഘടിപ്പിച്ചത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ബൂത്തുകളിൽ മാത്രം നടത്തിയ ക്യാമ്പയിനിൽ ഇവിടുത്തെ വോട്ടർമാരിൽ പകുതി അധികം ആളുകളെ കുടുംബയോഗങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കൺവെൻഷനുകളെല്ലാം ഏറ്റവും ഗംഭീരമായിട്ടാണ് നടത്തിയത്. അപ്പം അതെല്ലാം ജനങ്ങൾ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് യുവ പ്രദീപ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്യും. കെ രാധാകൃഷ്ണനെ സ്നേഹിക്കുന്നവർ UDF വോട്ട് ചെയ്യുമെന്നാണ് UDFകാർ പറയുന്നത്. നാട് കടത്തിയവർക്ക് മറുപടി നൽകുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത്. ആരാ നാട് കടത്തി തന്നെ? അത് 96-ൽ ഞാൻ മത്സരിക്കും പറഞ്ഞവരാണല്ലോ ഇപ്പോൾ പറയുന്നത്. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? ഈ ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്നിട്ടാണോ ഈ പയ്യൻ നിന്നാൽ ജയിക്കുക എന്നാണ് അന്ന് കളിയാക്കി തന്നെ. സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിയാക്കി. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ എന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. നേരത്തെ തള്ളിക്കളയാൻ പറഞ്ഞതാണ്. പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ അംഗീകരിക്കുന്ന സ്ഥിതി വന്നല്ലോ, നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും.